ഹായ് ഹലോ ഫ്രണ്ട്സ്, ദൃശ്യം വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം പറ, ദൃശ്യം വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുതന്ന ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗൈസ് ഞാൻ ഇന്ന് പോകുന്നത്. അപ്പം എന്നും ഓരോരോ ഗിഫ്റ്റുകൾ കിട്ടുന്നുണ്ടല്ലേ, വിഷു കഴിഞ്ഞതിന് ശേഷം ഓരോരോ ഗിഫ്റ്റുകളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിന് കേട്ടോ, ശബരി എന്ന പേര്. ഞങ്ങൾ ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ചതാണ്. ശ്രീകൃഷ്ണ കോളേജിലായിരുന്നു എൻ്റെ ഡിഗ്രി. അപ്പോൾ ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് ശബരി. അപ്പോൾ കഴിഞ്ഞ ദിവസം ശബരി നാട്ടിലെത്തിയപ്പോൾ അവനും അവൻ്റെ വൈഫും കൂടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഒരു വലിയ കവറും താങ്ങി പിടിച്ചിട്ടാണ് പ്രജിത വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്താണോ ഇതിനകത്ത്, മോനുള്ള എന്തെങ്കിലും ഒരു ഐറ്റം ആയിരിക്കും. ആര് വരുമ്പോഴും മോൻ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കവറായിട്ടാണ് അവൾ കയറി വന്നത്. ഇങ്ങനെയുള്ള ഒരു കവർ കയറി വന്നു. അപ്പോൾ 2 ദിവസമായിട്ട് ഞാനും ഒരുമാതിരി ഡള്ളായ അവസ്ഥയിലായിരുന്നു കേട്ടോ. എന്താ പറയാ, ന്യൂ ഇയർ അല്ല, സോറി, വിഷുവിന്റെ തലേന്ന് ഗുരുവായിരുന്നു. ഞങ്ങൾ വിഷുവിനെയൊക്കെ കണ്ട് തിരിച്ചെത്തി. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഓരോരോ ബിസികളായി. പിന്നെ ഭയങ്കര മൈഗ്രെയിൻ പോലെ, അങ്ങനെ ഓരോരോ ഡസ്പായിട്ട് ഇങ്ങനെ എപ്പോഴും ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേവറേറ്റ് ആളാണ്. അപ്പോൾ ഈ കവർ കണ്ടപ്പോൾ ഞാൻ ഇതിനകത്ത് എന്താന്ന് ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ ഞാൻ അവരൊക്കെ പോയപ്പോൾ പതുക്കെ കവർ നോക്കിയപ്പോഴാണ് ഞെട്ടിപ്പോയത്. ഗൈസ് കാണിച്ചു തരാം. കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ ഇത്. എന്താ അറിയോ ഇതിനകത്തുള്ളത്? ഇത് എന്താ പറയാ, ഒരു രുദ്രാക്ഷാണ് കേട്ടോ ഗൈസ്. അതായത് ചെറിയൊരു മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഇത് രുദ്രാക്ഷത്തിന്റെ ഒരു മാലയാണ് കേട്ടോ. അപ്പോൾ കുംഭമേള കഴിഞ്ഞല്ലോ. അപ്പോൾ കുംഭമേള കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവന്ന രുദ്രാക്ഷാണ്, രുദ്രാക്ഷത്തിന്റെ മാലയാണ്. അപ്പോൾ ശബരിയുടെ ഏതോ ഒരു ഫ്രണ്ട് കുംഭമേള കൂടാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ രുദ്രാക്ഷത്തിന്റെ ഒരു മാല കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവൻ അത് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടു തന്നു. ഇതാ ആദിയുടെ കഴുത്ത്. ഓക്കെ, ആദി ഹാപ്പി ആയി. പിന്നെ അതിന്റെ കൂട്ടത്തിൽ വേറെ 2 ഐറ്റം കേട്ടോ. ഇതും രുദ്രാക്ഷം തന്നെയാണ്. ഇത് പഞ്ചമുഖ രുദ്രാക്ഷാണ് കേട്ടോ. 5 മുഖങ്ങളാണ് ഇതിനുണ്ടാവുക. കാണുന്നുണ്ടോന്ന് അറിയില്ല. കണ്ടോ, 1 2 3 4 5 അങ്ങനെ 5 മുഖങ്ങളാണ് ഈ രുദ്രാക്ഷത്തിനുള്ള കേട്ടോ. അതുകൊണ്ട് അതിന് പഞ്ചമുഖ രുദ്രാക്ഷം എന്ന് പറയാം. ഇത് വേറെ ഡേറ്റ് കേട്ടോ. ഇത് രുദ്രാക്ഷം തന്നെയാണ്. ഇത് 2 മുഖം. 2 മുഖം. ഇവിടെ ഒരു മുഖം, ഇവിടെ ഒരു മുഖം. അതായത് അർദ്ധനാരീശ്വര കോൺസെപ്റ്റ് ഉള്ള ഒരു രുദ്രാക്ഷാണ് ഇത്. ഒരു മുഖം മുതൽ ഏകദേശം ഒരുപാട് മുഖങ്ങളുള്ള രുദ്രാക്ഷങ്ങൾ ഉണ്ട്. ഒരു മുഖം അവൈലബിൾ ആയിട്ട് ഒരുപാട് അവൈലബിൾ അല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്ക് അതിനെ പറ്റിയ ഡീറ്റെയിൽസ് അറിയില്ല. അത് ശിവന്റെ കയ്യിലുള്ളതാണെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ 2 മുഖമുള്ള രുദ്രാക്ഷം ശിവന്റെയും പാർവതിയുടെയും ഡിനോട്ട് ചെയ്യുന്ന അർദ്ധനാരീശ്വര കോൺസെപ്റ്റിലുള്ള ഒരു രുദ്രാക്ഷാണ് കേട്ടോ ഗൈസ് ഇത്. അപ്പൊ ഈ 2 രുദ്രാക്ഷം, ഈ രുദ്രാക്ഷമാല. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. നല്ല രസമില്ലേ കാണാന്? രസം ഉണ്ടോ ഇല്ലേ എന്നല്ല, എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാനൊരു ഗുരുവായൂരപ്പൻ ഫാനാണ്. അത് അവന് അന്നേ അറിയാം. എൻ്റെ ക്ലോസ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ ഭഗവാന്റെ 2025 ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഒരു ഡയറി ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ ഇതൊക്കെ കൂടി കണ്ടപ്പോണ്ടല്ലോ എനിക്ക് എന്തോ ഒരു പോസിറ്റീവ് വൈബ് കിട്ടിയ പോലെ തോന്നി. ഞാൻ പണ്ട് അന്ന് ന്യൂ ഇയറിന്റെ കുറച്ച് മുമ്പായിട്ട് ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഈ ഡയറി അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വാങ്ങിയാലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്തോ എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല അന്ന്. അപ്പോൾ ഇതാ എൻ്റെ കയ്യിലേക്ക് ഗുരുവായൂരപ്പന്റെ ഡയറിയും കിട്ടി. ഈ ഐറ്റംസ് ഒക്കെ കിട്ടി. എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ ശബരി കൊണ്ടുതന്നതില്. വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. എനിക്ക് രാത്രിയൊക്കെ കിടന്നുറങ്ങുമ്പോൾ പൊതുവെ നല്ല ടെൻഷൻ ഫീൽ ചെയ്യാറുണ്ട്. ഉറക്കം കിട്ടാത്തൊക്കെ ഒരു ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് നമ്മൾ നല്ലോണം പ്രാർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനമൊക്കെ കൈ പിടിച്ചിട്ടല്ലേ കിടന്നുറങ്ങാം. ഇപ്പൊ ഇതാ ഈ രുദ്രാക്ഷം, ഇത് കുറച്ച് റയർ ആയിട്ടുള്ള ഐറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് കിട്ടിയതിന് ശേഷം ഞാൻ അതും പിടിച്ചോണ്ടാണ് കേട്ടോ കിടന്നുറങ്ങാറ്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം, ഒരു കാം ആൻഡ് ക്വൈറ്റ് ഫീലിങ്സ് ഒക്കെ തോന്നാറുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഈ ഒരു ഐറ്റംസ് എനിക്ക് കൊണ്ടു തന്നതിന് എനിക്ക് ഒരുപാട് എന്താ പറയാ, താങ്ക്സ് പറയില്ല. കാരണം അപ്പൊ നമ്മുടെ ആ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അതിൽ ഒരു കാര്യമില്ല ഉണ്ടാവും അല്ലേ. ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ആദിയുടെ കൂടെ ഇരുന്നിട്ട് ഓപ്പൺ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്തട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞങ്ങളുടെ ഈ ഒരു ബിൽഡിങ്ങിൽ ഒരു ഭാഗം പൊട്ടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടി കാരണമാണ് ഭയങ്കര ബഹളമായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ആദിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അല്ലേ ആദി? താങ്ക് യു.